കാലം എന്ന ആശയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആനുഷംഗികമായിട്ടാണെങ്കിലും യാദൃച്ഛികമായിട്ടാണെങ്കിലും ബാങ്ക് മുഴങ്ങിയത്. ബാങ്ക് കേവലം പ്രാർത്ഥനയിലേക്കുള്ളൊരു ക്ഷണം മാത്രമല്ല. ബാങ്കിൻ്റെ ശബ്ദവീചികൾ ചരിത്രത്തിൻ്റെ കാലത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. കാലത്തിൻ്റെ ധ്വനിമധുരിമ, കാലത്തിൻ്റെ ധ്വനിദീപ്തി, കാലത്തിൻ്റെ ധ്വനിയുടെ സാന്ദ്രത, ഇതെല്ലാം സൂചിപ്പിക്കുന്ന സ്വരവീചികളാണ് ബാങ്ക്. ബാങ്ക് ഒരു മതത്തിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ക്ഷണം ആണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ അപ്പുറത്ത് ബാങ്കിന് ചരിത്രത്തിലേക്ക് കടന്നു പോകുന്ന ധ്വനികളുടെ ഒരു ശേഖരമായി, അതിൻ്റെ ഒരു സൂചികയായി കാണുന്നത് ഒരുപാട് സംഗതികളിലേക്ക് പോകാൻ നമ്മെ സജ്ജരാക്കിയേക്കും. ബാങ്കിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രം, ബാങ്കിൻ്റെ ഈസ്തറ്റിക്സ്, ബാങ്കിൻ്റെ ദർശനം, ബാങ്കിൻ്റെ കലാപരമായ, ബാങ്കിൻ്റെ ധ്വനികളെക്കുറിച്ച് പോലും വലിയ വലിയ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഇതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നൊരു സ്ഥലത്ത് ബാങ്ക് മുഴങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കവി എന്ന നിലക്ക്, സംഗീതജ്ഞൻ എന്ന നിലക്ക് അതെങ്ങനെ സ്പർശിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം ബാങ്ക് പോലെയല്ല, അല്ലെങ്കിൽ ബാങ്കിനെ ഓർത്തുകൊണ്ട് ചില രാഗങ്ങൾ ആലപിക്കുകയും ചെയ്തത് ഞാനിവിടെ ഓർക്കുകയാണ്. നല്ലൊരു ചർച്ച നടക്കാൻ പോവാണ്. ബഹുമാന്യ സഹോദരി അഫീഫ മോഡറേറ്ററായിട്ടും സംസാരിക്കും. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇവിടെ നടക്കുന്ന ചർച്ചയിലേക്ക് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പക്ഷേ ഒരു തിരുത്തായിരിക്കാം. ഞാൻ ജവാദ് പറഞ്ഞ, അല്ലെങ്കിൽ ജവാദ് തുടക്കം കുറിച്ച ഒരു സംഗതിയുടെ ചില മറുവശം, അല്ലെങ്കിൽ അതിൻ്റെ ഇന്നത്തെ ഒരവസ്ഥ പറയാനാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ഭാവിയിലെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ട യുവതയെക്കുറിച്ച്, ഭാവി തലമുറയെക്കുറിച്ചുള്ള സ്വപ്നം നമ്മളെല്ലാവരും പറയാറുള്ളതാണ്. ജവാദ് അത് വളരെ വളരെ സഗൗരവം അവതരിപ്പിക്കുകയുണ്ടായി. കുട്ടികൾ പഠിച്ചു കാണാനുള്ള ആഗ്രഹം, പെൺകുട്ടികൾ പഠിച്ചു കാണാനുള്ള ആഗ്രഹം. സിദി സാഹിബ് പെൺകുട്ടികൾ മദ്രസയിലേക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് നിറകണ്ണുകളോടെ നോക്കി നിന്ന സന്ദർഭം. പക്ഷേ ഇന്നത്തെ കാലം എങ്ങനെയാണ്? കാലം, ആ പഴയ കാലം വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഇപ്പോഴും നമ്മളത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പഠിപ്പില്ലാത്ത കാലം, വിദ്യാഭ്യാസം ഇല്ലാത്ത കാലം ഇന്നതാണോ? ഇന്ന് പഠിപ്പുണ്ടായിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇതിൻ്റെയൊക്കെ മറുവശമായി കടന്നു വരുന്ന ചില സംഗതികൾ, അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ, അത് സൃഷ്ടിക്കുന്ന സന്നിഗ്ധതകൾ, അത് സൃഷ്ടിക്കുന്ന വൻതോതിലുള്ള സമൂഹത്തിൻ്റെ സ്വാസ്ഥ്യത്തെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് സംഗതികൾ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച ചില ക്യാമ്പസുകളിൽ പോയി. ക്യാമ്പസുകളിൽ അധികമൊന്നും പോകാറില്ല, സമയക്കുറവുകൊണ്ടും പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ക്യാമ്പസിൽ പോയിട്ട്. ഞാൻ വളരെ ചുരുക്കേ പോകാറുള്ളൂ. പല ക്ഷണങ്ങളും ഒഴിവാക്കാനാണ് താല്പര്യം. നല്ല പണി ഉണ്ടായതുകൊണ്ടാണ്. ക്യാമ്പസിൽ പോയിട്ട് നമ്മൾ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിർബന്ധിതമായി ചില പ്രത്യേക പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ച സ്കൂളിൽ പോയി, ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ പോയി. കാലം, വീണ്ടും അതൊരു കാലം, ഇതൊരു കാലം, ഒക്കെ കാലമാണ്. ഹം തോ വക്ത് ഹേ പൽ ഹേ, പ്രസിദ്ധമായൊരു ഗസലാണ്. നമ്മളൊക്കെ കാലമാണ്. വക്ത് അറബി വാക്കാണ് ഈ ഹിന്ദിയിലും പാടുന്നത്. ഹം തോ വക്ത് ഹേ പൽ ഹേ, ബേഖറാർ ലംഹേ ഹേ, ബേതകാൻ സദിയാ ഹേ. ഹം തോ വക്ത് ഹേ, നമ്മളൊക്കെ കാലമാണ്. ഇത്ര വലിയൊരു സംഗതിയാണ് ഈ കവി പറയുന്നത്. നമ്മളൊക്കെ കാലമാണ്. ഒരു കാലത്ത് നമ്മളുണ്ടാവും, അടുത്ത കാലത്ത് നമ്മളുണ്ടാവില്ല. റഫി സാഹിബിൻ്റെ പ്രസിദ്ധമായ പാട്ടുണ്ട്, യേ ജിന്ദഗി കെ മേലെ, യേ ജിന്ദഗി കെ മേലെ, ദുനിയാ മേ കം ന ഹോംഗെ അഫ്സോസ് ഹം ന ഹോംഗെ, യേ ജിന്ദഗി കെ മേലെ, യേ ജിന്ദഗി കെ മേലെ. ഈ ജീവിതത്തിൻ്റെ മേളകൾ, മേലെ മേളകൾ, കം ന ഹോംഗെ, അതിനൊരു കുറവുണ്ടാവില്ല. പക്ഷെ അഫ്സോസ്, കഷ്ടം, ഹം ന ഹോംഗെ, നമ്മളുണ്ടാവില്ല. ജീവിതത്തിൻ്റെ മേളകൾ ഇങ്ങനെ തുടരും, നമ്മളുണ്ടാവില്ല. ഈ തിരിച്ചറിവാണ് കാലത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള ഏറ്റവും വലിയ അറിവ്. കാലം, കാലം അള്ളാഹുവിൻ്റെ സർവശക്തനായ സൃഷ്ടാവിൻ്റെ വലിയൊരു അടയാളമാണ്. പല രീതിയിൽ കാലത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണ് കാലം എന്ന് പറയുമ്പോൾ നമ്മൾ നശിച്ചു പോകുമെന്നുള്ളൊരു ബോധം നമുക്കുണ്ടായി. കാലത്തിന് തുടക്കമുണ്ട്. കാലം അനാദിയല്ല, കാലം അനാദിയല്ല. അനാദിയായത് ദൈവം മാത്രമേ ഉള്ളൂ. കാലം അനാദിയാണെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അത് ഭൗതികവാദത്തിൻ്റെ ഏറ്റവും പരാജയപ്പെട്ട മുഖങ്ങളിലൊന്നാണ്. കാലം എന്നൊന്നുള്ളതല്ല, കാലം സൃഷ്ടിയാണ്. കാലം സൃഷ്ടിക്കപ്പെട്ടതാണ്. തുടക്കമില്ലാത്തത് ദൈവം മാത്രമാണ്. കാലത്തിന് തുടക്കമുണ്ട്. ഒരു പോയിന്റിൽ നിന്നാണ് കാലം തുടങ്ങുന്നത്. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പുസ്തകം ഞാൻ ഓർത്തു പോവാണ്. കാലത്തിൻ്റെ സംക്ഷിപ്ത ചരിത്രം.
പ്രസിദ്ധനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ചെറിയ പുസ്തകം വളരെ ചിന്താമണ്ഡലത്തിൽ 20-ാം നൂറ്റാണ്ടിൽ കോളിളക്കം ഉണ്ടാക്കിയ പുസ്തകമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ കാലമാണ്. ബേഖറാർ ലംഹേ ഹേ, നമ്മൾ അസ്വസ്ഥ നിമിഷങ്ങളാണ്. ബേത്തക്കാന് സദിയാഹേ, നമ്മൾ നൂറ്റാണ്ടുകളുമാണ്. പഴയകാലം പുതിയ കാലം, പഴയ കാലത്തെ കൊണ്ട് പുതിയ കാലം വെല്ലുവിളിക്കപ്പെടുന്നു, പഴയ കാലത്തെ കൊണ്ട് പുതിയ കാലത്തെ ശിക്ഷിക്കുന്നു. നിങ്ങളുടെ പൂർവികർ അങ്ങനെ ചെയ്തു, നിങ്ങളുടെ പൂർവികർ ഇങ്ങനെ ചെയ്തു, നിങ്ങളുടെ പൂർവികർ നാട് ഭരിച്ചപ്പോൾ അങ്ങനെ ചെയ്തു. ഇല്ലാ കഥകളുണ്ടാക്കി ചരിത്രത്തെ ഉപയോഗിച്ച് ചരിത്രത്തെ ടൂളാക്കി, ഉപകരണമാക്കി. കാലം എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിലേക്കും പോകും. ഞാൻ അങ്ങനെ അതിലേക്കൊന്നും കടന്ന് വിശദമായിട്ടുള്ള ഒരു ദാർശനിക വിസ്താരത്തിനൊന്നും തുനിയുന്നില്ല. ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞിടത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ട് ചോദിക്കുകയാണ്, നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ പഠിപ്പ് വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ കാലത്ത് സ്ഥാപനങ്ങൾ തുടങ്ങാനൊക്കെ വേണ്ടി പാടുപെട്ട, വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും രാഷ്ട്രീയ അധികാരം, ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ അധസ്ഥിത പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തെ ഉപകരണമാക്കിയ, ഉപാധിയാക്കിയ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. അവിടുന്ന് പോയി, ബിരുദങ്ങളുണ്ടായി, വിദ്യാഭ്യാസ പുരോഗതിയായി, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി. ഇപ്പോഴത്തെ പ്രശ്നം പഠിപ്പുള്ളവരുടെ പ്രശ്നങ്ങളാണ്, പഠിപ്പില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമല്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയ സ്കൂളിൽ, ഞാൻ ആ സ്കൂളിൽ കാല് കുത്തിയപ്പോൾ ഞാൻ എൻ്റെ പഴയ ക്യാമ്പസ് തിരഞ്ഞു നോക്കിയില്ല. ഞാൻ പഠിച്ച കോളേജിൽ പോകുമ്പോഴോ ഇവിടെ അധ്യക്ഷൻ ഫാരിസ്, ഞാൻ കോളേജിൽ പഠിച്ച കാലമൊക്കെ ഓർമ്മിക്കണ്ടായി. ഞാൻ പഠിച്ച കോളേജിൽ പോയിട്ട് ഞാൻ ആ ക്യാമ്പസ് തിരയൂല. ബിക്കോസ് ഐ എം നോട്ട് എ ഫൂൾ. ഞാൻ ഒരു വിഡ്ഢിയല്ല ഞാൻ പോയ കോളേജിൽ പോയിട്ട് അത് തിരയാൻ. അതവിടെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എൻ്റെ മനസ്സിലേ ആ ക്യാമ്പസ് ഉള്ളൂ. ഞാൻ എടുത്ത് ഓരോ കോളേജിനെ പറ്റി, സ്കൂളിനെ പറ്റിയും പറഞ്ഞുതരാം. നിങ്ങൾക്ക് പോയാൽ പഴയ ക്യാമ്പസ് കണ്ടെത്താനേ കഴിയില്ല. പഴയ ക്യാമ്പസ് അവിടുന്ന് പുറത്തിറങ്ങി അതിനെ സ്നേഹിക്കുന്ന, അതിൻ്റെ ഗൃഹാതുരത്വം കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ്. ആകെ മാറിയിരിക്കുന്നു. കാലം മാറുകയാണ്. കാലം മാറണ്ടെന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ കാലം മാറുമ്പോഴും നിലനിൽക്കേണ്ടതായിട്ടുള്ള ചില ശാശ്വത മൂല്യങ്ങളുണ്ട്. എവർലാസ്റ്റിംഗ് വാല്യൂസ്, അൺഎൻഡിങ് വാല്യൂസ്, ഇമ്മോർട്ടൽ വാല്യൂസ്. അതിനെ ഏൽക്കുന്ന ആഘാതമാണ് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാൻ സ്കൂളിൽ പോയി മാധവൻ നമ്പൂതിരി മാഷെ കാലൊച്ച കേട്ടു. ഞാൻ അദ്ദേഹം നിര്യാണം പ്രാപിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഹെഡ് മാഷായിരുന്നു. പക്ഷെ അവിടെ അവരുടെ അടയാളങ്ങളൊന്നും കണ്ടില്ല. ആ മുറ്റത്ത് ഞാനൊന്നും കണ്ടില്ല, ആ വരാന്തയിലൊന്നും കണ്ടില്ല, പഴയ കെട്ടിടങ്ങൾ പോലുമില്ല. എന്നൊരു കുഴപ്പമായിട്ട് പറയല്ല, ഞാൻ യാഥാർത്ഥ്യം പറയാണ്, വസ്തുസ്ഥിതി പറയാണ്. പക്ഷെ ഇങ്ങനെ നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ എന്തൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിയണം. പിറ്റേന്ന് ഞാൻ ഹെഡ് മാഷെ വിളിച്ചു, ചെറുപ്പക്കാരനായ ഹെഡ് മാഷെ. നല്ല പരിപാടിയായിരുന്നു, പരിപാടിയൊക്കെ വളരെ ഇമ്പമുള്ള പരിപാടിയായിരുന്നു. എന്നെപ്പോലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക് വലിയ സ്വീകരണം പരിഗണനമായിരുന്നു അവിടെ പോയപ്പോൾ. പക്ഷെ ഞാൻ പിറ്റേന്ന് മാഷോട് പറഞ്ഞു, നല്ല പരിപാടിയായി മാഷെ. അപ്പോൾ മാഷ് എന്നോട് പറഞ്ഞു, ഞാനിന്ന് രാവിലെ സമദാനി സാഹിബിനെ പറ്റി ആലോചിച്ചു, നിങ്ങളെ പ്രസംഗവും ആലോചിച്ചു. എന്തേ ആലോചിക്കാൻ ഒരു കാരണം ഉണ്ടായി. ഒരു സന്താനവും കൂടി മാതാവിനെ കൊന്നിരിക്കുന്നു. അപ്പോൾ ഇത്തവണ മകളാണ് കൊന്നിരിക്കുന്നത്. കഴിഞ്ഞൊരു 6 മാസക്കാലം മക്കളാൽ കൊല ചെയ്യപ്പെട്ട കേരളത്തിലെ മാതാക്കളുടെ കണക്കെടുക്കണമെന്ന് ഞാൻ പലയിടത്തും സംസാരിക്കണ്ടായി. എനിക്ക് MSFൻ്റെ ഈ വേദിയിൽ പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയം അതാണ്. മാതൃത്വം, പിതൃത്വം, മൂല്യങ്ങൾ, ബന്ധങ്ങൾ, സ്നേഹം. വീട്ടിൽ, അടുക്കളയിൽ, ക്യാമ്പസിൽ സ്നേഹമുണ്ടോ? ക്യാമ്പസിൽ റോബോട്ടേ ഉള്ളൂ. റോബോട്ട് സ്നേഹം തരില്ല. നിർമ്മിത ബുദ്ധി നിങ്ങൾക്കെല്ലാം തരും, ജീവിതം തരില്ല, ഹൃദയം തരില്ല. ഈ ഒരു ശൂന്യത എവിടെ എത്തുമെന്ന് വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടി വന്നിരിക്കുന്നു. അവർ മകള് അമ്മയെ ചവിട്ടിക്കൊന്നിരിക്കുന്നു. സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണത്. മകളാകുമ്പോൾ അതിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കും. കാരണം ഗർഭപാത്രത്തിൻ്റെ വാഹകയാണ് ഒരു പെണ്ണ്. ഖലീൽ ജിബ്രാൻ്റെ പ്രസിദ്ധമായ കാവ്യശകലമുണ്ട്, ഓരോ സ്ത്രീയിലും അന്തർലീനമായ ഗാനമാണ് മാതൃത്വം. ഏതൊരു സ്ത്രീയും ഒരു മാതാവ് സാധ്യതയാണ്, പോസിബിൾ മദറാണ്. ഒരു ചെറിയ പെൺകുട്ടി നമ്മൾ കണ്ടാലും ഒരു പോസിബിൾ മദറാണ്. നാളെ അത് മാതാവാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി, ഒരു സന്തതി സ്വന്തം മാതാവിനെ ചവിട്ടിക്കൊല്ലുകയാണ്. ഇതിനുള്ള മരുന്നിനെ പറ്റി ആലോചിക്കണം. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. ഈ പോക്ക് പോയാൽ എവിടെ എത്തുമെന്ന് ആലോചിക്കണം. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നത് പോലും, ഞാൻ മുമ്പേ പറയാറുണ്ട്, ഇത് മറ്റു പലതിനെയും നിഷേധിക്കാനാണ് ഈ ദൈവത്തെ ആദ്യം നിഷേധിക്കുന്നത്. ദൈവത്തെ അങ്ങ് തള്ളിക്കളഞ്ഞാൽ പിന്നെ മറ്റു പലതിനെയും തള്ളിക്കളയാം. പെറ്റ തള്ളയെ തള്ളിക്കളയാം, പിതാവിനെ തള്ളി പറയാം, കുടുംബത്തെ, ബന്ധങ്ങളെ, വിവാഹത്തെ. വളരെ പ്രശസ്തയായ ഒരു നടിയാണ് അടുത്ത കാലത്ത് പ്രസംഗിച്ചത്. എൻ്റെ പേരക്കുട്ടിയായ പെൺകുട്ടിയോട് ഞാൻ പറയുന്നു, അവൾ വിവാഹം കഴിക്കരുത്. ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നതാണ്. എനിക്ക് നല്ല ബന്ധമുള്ള ഒരാളാണ് ഈ സംസാരിച്ചത്. ഞാൻ രാജ്യസഭയിൽ ഉണ്ടായിരുന്ന കാലത്ത് അവരവിടെ മെമ്പറായിരുന്നു. ഇപ്പോൾ അവർ രാജ്യസഭയിൽ ഇപ്പോഴുണ്ട്. പ്രശസ്തയായ ഹിന്ദി നടിയാണ്. ഞാൻ പിന്നെ അതിനേശം അവരെ കണ്ടിട്ടില്ല. കണ്ട അവരോട് ചോദിക്കണമെന്നുണ്ട്, എന്തായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി?
വിവാഹമില്ലെങ്കിൽ കുടുംബം ഇല്ലാതായാലുള്ള സ്ഥിതി എന്താണ്? കുടുംബമില്ലെങ്കിൽ മാനവരാശി എന്തായി തീരും? അപ്പൊ പടിഞ്ഞാറുകാർ ചവച്ചു തുപ്പിയ ലിവിങ് ടുഗദർ പോലുള്ള മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിൽ ഇന്നലെ ഞാനും പോയിരുന്നു. അവിടെ പ്രസംഗിച്ചൊരു സാഹിത്യകാരൻ്റെ പ്രസ്താവന എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. പടിഞ്ഞാറുകാർക്ക് മടുത്തതാണ് ഈ ലിവിങ് ടുഗദർ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് വിവാഹം വേണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു വിവാഹം വേണം, പക്ഷേ കുറച്ചു കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് പരിശോധിക്കട്ടെ, എന്നിട്ട് വിവാഹത്തിലേക്ക് പോകട്ടെ എന്ന് പറയാനേ ഈ സാഹിത്യകാരനെ പോലും സാധിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പടിഞ്ഞാറുകാർ ചവച്ചു തുപ്പിയ വേണ്ടെന്ന് വെച്ച ആ ലിവിങ് ടുഗദർ കുറക്കാലം പരീക്ഷിച്ച് പരിശീലിച്ച ശേഷം പിന്നെ വിവാഹത്തിലേക്ക് പോകാം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, അതിനിടയിൽ ഒരുപാട് കൊല നടക്കും. ആൺ സുഹൃത്ത് പെൺ സുഹൃത്താണല്ലേ ഒന്നിച്ച് ജീവിക്കുമ്പോൾ. നിയമപരമായ ബന്ധനങ്ങളില്ല, സ്നേഹത്തിൻ്റെ ബന്ധനമില്ല. 16 വർഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺ സുഹൃത്തിനെയാണ് അടുത്ത കാലത്ത് ക്രൂരമായിട്ട് കുത്തിക്കൊന്നത്. ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയണത് അപ്പോൾ ദൈവത്തെ തള്ളി പറയുന്ന ഒരാൾ അടുത്ത ദിവസം പത്രത്തിലൊക്കെ വന്നു, മാതാവ് മരണപ്പെട്ടപ്പോൾ മാതാവിനെ എന്താണ് വിളിച്ചതെന്ന്. സ്വന്തം മാതാവിനെ എത്ര നികൃഷ്ടമായിട്ടാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നത് മൂല്യനിഷേധത്തിൻ്റെ തുടക്കം എന്ന നിലയിലാണ്. പെറ്റ തള്ളയെ തള്ളിപ്പറയാനാണ്, മുലപ്പാലിനെ തള്ളിപ്പറയാനാണ്, സ്വന്തം മാറത്ത് നാഭിയിൽ കിടക്കുന്ന പൊക്കിൽ കൊഴി എന്ന ജീവമുദ്രയെ തള്ളിക്കളയാനാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഡിഗ്രിയോ കുട്ടികളുടെ കഴിവോ എന്നെ അലട്ടുന്ന വിഷയങ്ങളെ അല്ല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഇന്നത്തെ വിദ്യാഭ്യാസ പുരോഗതി വലിയൊരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഈ വിദ്യാഭ്യാസം, ഈ പുതിയ രീതിയിലുള്ള പ്രവണതകൾ, ഇതൊക്കെ നാളെ എവിടെ എത്തുന്ന ആലോചിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഈ IT, ഈ സോഷ്യൽ മീഡിയ, ഈ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കൽ, ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് ബസ് കയറാൻ വയ്യാതായി. ബസ് ഒരു പൊതു ഇടമാണ്. ബസ് ഒരു പൊതു ഇടമാണ്. ബസ് എന്ന് പറഞ്ഞൊരു ഡെമോക്രാറ്റിക് പ്ലേസ് ആണ്. ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ വാഹനമാണ്. ബസ്സിൽ തൂങ്ങിയിട്ടും പിടിച്ചു തൂങ്ങിയിട്ടും തള്ളി നിന്നിട്ടൊക്കെ യാത്ര ചെയ്യേണ്ടി വരും ചിലപ്പോൾ. എങ്ങോട്ടാ പോണത്? ഇത് ധാർമ്മികതയാണോ? കടുത്ത അരാജകത്വത്തിലേക്ക്, കടുത്ത മനുഷ്യനിന്ദയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന രീതിയിൽ എല്ലാ ബന്ധങ്ങളെയും തകർക്കുന്ന മൂല്യനിഷേധത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശാൻ പോകുന്നുവെന്ന് ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞാൽ തന്നെ MSF സംഘടിപ്പിച്ച ഈ സർഗരാത്രിയെ പരിപോഷിപ്പിക്കാൻ അത് മതിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കൊടുങ്കാറ്റ് വീശാൻ പോകുന്നുണ്ട്. ഇത് എവിടെ പോയി ചെന്നെത്തുന്ന് കളയാൻ സാധിക്കില്ല. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. കുട്ടികൾ സംസാരിക്കട്ടെ. എൻ്റേതൊരു ഉപക്രമമാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ പഴഞ്ചനായിരിക്കും. അതെ, സൂര്യൻ പഴഞ്ചനാണ്, ഭൂമി പഴഞ്ചനാണ്, ആകാശം പഴയതാണ്, എൻ്റെ നാട് പഴയതാണ്, എൻ്റെ സമൂഹം പഴയതിൻ്റെ തുടർച്ചയാണ്. എൻ്റെ വന്യപിതാവ് പഴയ കാലത്ത് ജീവിച്ച എൻ്റെ പിതാവാണ്. എൻ്റെ മാതാവ് തീർത്തും പഴയ കാലത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. പക്ഷേ എൻ്റെ ഉമ്മ എൻ്റെ ജീവിതത്തെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരാശയമാണ്. അപ്പോൾ ഏതാണ് പഴയത്, ഏതാണ് പുതിയത്, ഏതാണ് പൗരാണികം, ഏതാണ് ആധുനികം, ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയ പേരുകളാണ്. ഇറ്റ് ഈസ് യുവർ ഓൺ ഡിവിഷൻ, ഇറ്റ് ഈസ് യുവർ ഓൺ നെയിമിങ് വിച്ച് ഹാസ് നോ മീനിങ് അറ്റ് ഓൾ. അർത്ഥമില്ലാത്ത നിങ്ങൾ നടത്തിയ വിഭജനങ്ങളും വിവേചനങ്ങളുമാണ് പഴയ കാലം പുതിയ കാലം. കാലം ഒന്നേ ഉള്ളൂ, കാലം ഒറ്റൊന്നാണ്. ആ കാലത്തിൻ്റെ സാക്ഷിയാണ് ആകാശത്ത് പ്രകാശിക്കുന്ന ചന്ദ്രൻ. ആ ചന്ദ്രൻ പുണ്യ റസൂലിൻ്റെ മെഹറാജിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നടക്കുന്ന പലതിനും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കാലത്തിൻ്റെ സാക്ഷിയാണ്. പഴയതും പുതിയതും ഇല്ല, ഒരേകമാണ്, ഒരു സാകല്യമാണ്, ഒരു സമഗ്രതയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. ബാംഗ്ലൂരിലേക്ക് മകനെ പഠിക്കാൻ പറഞ്ഞയച്ചു. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതിനെതിരെ കണ്ണടച്ചിട്ടൊന്നും ഇവിടെ വലിയ ആശയം വർത്തമാനമൊന്നും പറയണ്ട. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ അയൽപക്കത്താണ്. അപ്പം ഞാൻ ഈ സീസോൺ കലോത്സവത്തിന് പോയിരുന്നു കഴിഞ്ഞവണ കൊണ്ടോട്ടി EMEA കോളേജിൽ. MSF അതിഗംഭീരമായിട്ടുള്ള വിജയം, സർവകലാശാലകളൊക്കെ വിജയിച്ച് കലോത്സവങ്ങളിലൊക്കെ MSF കൊടിനാട്ടുമ്പോൾ ഒരു പഴയ MSF നിലയിൽ, നിങ്ങളോടൊപ്പം അഭിമാനം കൊള്ളുന്നവരിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ അതിലൊക്കെ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. അപ്പോൾ കൊണ്ടോട്ടി പോയി ഞാൻ ഈ സംഭവം നടന്നുടനെയാണ് ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ച മകൻ നാട്ടിൽ വന്നൊരു കത്തി വാങ്ങി. കത്തി മൂർച്ചുണ്ടോ എന്ന് പരിശോധിച്ചു. മാതാവിനെ കൊല്ലാനാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ട് മറക്കണോ? എന്താ ഈ ഗർഭഗൃഹത്തെ പറ്റി മനസ്സിലാക്കിയത്? ഗർഭഗൃഹം എന്താ മനസ്സിലാക്കിയത്? എന്ത് മഹാപാപമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? എന്താ നിങ്ങളുടെ വിദ്യാഭ്യാസം? ഞാൻ എൻ്റെ അമ്മ പ്രസംഗത്തിൽ,
എൻ്റെ അഭിമന്യ സുഹൃത്ത് ശ്രീ മോഹൻലാലിൻ്റെ അമ്മ നിര്യാണം പ്രാപിച്ചപ്പോൾ ആ പ്രസംഗം വീണ്ടും മലയാളി ആവർത്തിച്ച് കേട്ടു. അവരാണ് അതിന് വന്നിട്ട് തിരികൊളുത്തിയത്. വലിയൊരു അമ്മയാണെന്ന് ഞാൻ അവിടെ കണ്ടത്, പിന്നീടും അവരിൽ കണ്ടത്. അന്ന് ഞാൻ എൻ്റെ ആ പ്രസംഗത്തിൽ വർഷങ്ങൾക്ക് മുമ്പാണ് നാട്ടിക തീരത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. മാതാവിനെ തള്ളിപ്പറയുന്ന, പിതാവിനെ തള്ളിപ്പറയുന്ന നിന്റെ ഡിഗ്രിക്ക് അങ്ങാടിയിലെ മത്തി പൊതിയുന്ന കടലാസിൻ്റെ വിലയില്ല എന്നാണെന്ന് ഞാൻ പറഞ്ഞത്. മത്തിക്ക് നല്ല വിലയുണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ കൊടുത്തൊരു ചോദ്യം, കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരത്ത് പൊന്നാനി ലോക്സഭാ മണ്ഡലമടക്കം മത്തിയുടെ ലഭ്യത കുറയുന്നതിനെ പറ്റി കേന്ദ്ര ഗവൺമെൻറ് അന്വേഷിക്കണം എന്നാണ് ഞാൻ കൊടുത്തൊരു ചോദ്യം. മത്തി സാധാരണക്കാരൻ്റെ ആഹാരമാണ്, മരുന്നാണ്. അതിപ്പോൾ ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട് മത്തി ഉൽപ്പാദനത്തിൽ കുറവുണ്ടെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. മത്തി ഒരു വിലപ്പെട്ട സാധനമാണ്. ആ മത്തി പൊതിയുന്ന കടലാസിൻ്റെ വിലയുണ്ടോ ഈ ഡിഗ്രിക്ക്? വൻ കത്തി മൂർച്ചുണ്ടെന്നൊക്കെ പരിശോധിച്ചു, മാതാവിനെ കൊന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഖത്തറിൽ ഒരു പരിപാടിക്ക് പോയതാണ്. സലീം കുമാറില്ലേ, നടൻ, അദ്ദേഹം നല്ല കലാകാരനാണ്, നല്ല സാമൂഹിക ബോധമുള്ള കലാകാരനാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് വേദിയിൽ ഒരു ചർച്ച ചെയ്യുന്ന പരിപാടി, ഖത്തറിൽ ഒരു അഭിമുഖം, അങ്ങോട്ടും ഇങ്ങോട്ടും സമൂഹത്തിലെ ആനുകാലികമായ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുക. അദ്ദേഹം നല്ല നടൻ മാത്രമല്ല, നല്ലൊരു സോഷ്യൽ അവയർനെസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് സംസാരിക്കുന്നതിന് മുമ്പ്, ഞങ്ങൾ ഇതിന് പുറപ്പെടുന്നതിന് മുമ്പ് ഈ കൊലയുടെ വാർത്തയാണ് എൻ്റെ മനസ്സ്. ഇങ്ങനൊന്നും കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനൊന്നും കഴിയില്ല, വാർത്ത വായിക്കാൻ പോലും കഴിയാത്ത ആളാണ്. മാറാക്കര ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്റർ ഞാൻ എന്നോട് മനോരമയുടെ ന്യൂസ് ഞാൻ അങ്ങോട്ട് അയക്കുക, വാട്സാപ്പിൽ തന്നെ പറഞ്ഞാൽ അയക്കണ്ട, ഞാൻ പിന്നെ കണ്ടോളാം. അത് മുഴുവൻ വായിക്കാൻ കഴിയില്ല. അത് മാതാവിനെ ചവിട്ടിക്കൊന്നതേ. കോട്ടക്കല CA വാര്യരുടെ കവിതയുണ്ട്, ഒരു 20 കൊല്ലം മുമ്പ് എഴുതിയതാ. അമ്മയെ ചവിട്ടാനോങ്ങുന്ന കാലുമായി. അപ്പം അമ്മയെ ചവിട്ടാനോങ്ങുമ്പോൾ നിന്റെ മാറത്തിരുന്ന് നിന്റെ പൊക്കിൽ കുഴി തേങ്ങുന്നാണ് എൻ്റെ അമ്മ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. 10-15 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇത് ഞാൻ സലീം കുമാറിനോട് കുറേ പറഞ്ഞു, വല്ലാത്തൊരു വേദനയായിപ്പോയി. അപ്പോഴാണ് ഇവൻ പോലീസിനോട് കൊടുത്ത മൊഴി കേൾക്കുന്നത്. എന്താണെന്നറിയോ? ഈ കൊലയാളി പോലീസിനോട് പറഞ്ഞു, എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ഇതും കൂടി കേട്ടിട്ടേ നീ മരിച്ചു പോകൂ. ഞാൻ എന്നോട് പറഞ്ഞതാ, ഇതും കൂടി കേട്ടിട്ടേ നീ മരിച്ചു പോകൂ. നീ ഇത് കേൾക്കാൻ വേണ്ടി ജീവിക്കണം. MSF വിലയിരുത്തണം. സാധാരണ കൊലയല്ല എന്ന് മാതാവിനെതിരെ നടക്കുന്നത്. ഒരു പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തണം. മാതാവിനെ കൊന്നാലൊന്നുമില്ല, മാതാവ് അങ്ങനെ പ്രത്യേക ആളല്ല, അതൊരു സ്ത്രീയാണ്. അച്ഛനമ്മമാർ അവരുടെ ലൈംഗിക തൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ അവർ എണ്ണ ചേരുന്നു. അതിൽ ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ ഒരു സ്ത്രീയെ മാതാവ് എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു വലിയ ആളായി സങ്കല്പിച്ച് വലിയ ആദരവും ബഹുമാനവും ഒക്കെ കൊടുത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ കടപ്പാട് പുണ്യ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടമ കാണിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിന്റെ മാതാവിനോട്. പിന്നെ ആരോട് എന്ന് ചോദിച്ചപ്പോഴും നിന്റെ മാതാവിനോട്. അടുത്ത ആളെയാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്. പക്ഷെ ദൈവദൂതൻ നിറങ്ങൾക്ക് അതീതനാണ്. മൂന്നാമതും ചോദ്യം ആവർത്തിച്ചപ്പോൾ നിന്റെ മാതാവിനോട് എന്നായിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതാണ് ചോദ്യകർത്താവ് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞത് നിന്റെ പിതാവിനോട് എന്ന്. അടുക്കളക്കാരിയായ മെലിഞ്ഞ പെണ്ണ്, കോന്തലയിൽ കരി പിടിച്ച മെലിഞ്ഞ പെണ്ണ് 3 റാങ്ക് കൊണ്ടുപോയി മാനവരാശിയുടെ മഹത്വത്തിലേക്കുള്ള പീഠങ്ങളിൽ. 3 പീഠങ്ങളിലൂടെയും അവൾ ആരോഹണം ചെയ്തു. 4ാമത്തെ ഒരു പദവി മാത്രമേ പിതാവിന് പോലും പുണ്യ റസൂല് വകവെച്ച് നൽകിയുള്ളൂ. ഇത് സംസ്കാരമാണ്, ഇത് മാനവ നാഗരികതയുടെ അടിസ്ഥാന പാഠങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നിർമ്മിത ബുദ്ധി വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഞാൻ യൂട്യൂബ് കണ്ട് ഒരു മാതാവിനെ നോക്കാൻ വേണ്ടി ഒരു മകൻ ഒരു റോബോട്ടിനെ വാങ്ങി, ഒരു പ്രവാസി ഈ കേരളക്കരയിൽ. അതിങ്ങനെ സ്വിച്ച് ഇടും. പറയുമ്പോൾ നാണക്കേടുണ്ട്, ഉമ്മയാണ്, പറയില്ല, നിവൃത്തില്ല. താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ടതും നാണക്കേടുണ്ടായിട്ട് പറയാതിരുന്നിട്ട് കാര്യമില്ല, ഉമ്മയാണ്. സ്വിച്ച് ഇടും ഈ മാതാവ്. അപ്പോൾ റോബോട്ട് ഇങ്ങനെ വരും, വെള്ളത്തിൻ്റെ ഗ്ലാസ്, അതിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം, മരുന്ന് ഒക്കെ എടുക്കാം. ഹൃദയശൂന്യമായ ലോകമേ കേഴുക, ഹൃദയശൂന്യമായ ലോകമേ കേഴുക. ഞാനെൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നത്, എൻ്റെ ഉപ്പ വലിയ പണ്ഡിതനായിരുന്നു. വീടായിരുന്നു എൻ്റെ ആദ്യത്തെ പാഠശാല. ഞാൻ ഈ ഭാഷകളൊക്കെ പഠിപ്പിച്ചതും എൻ്റെ വന്യപിതാവാണ്, ഹിന്ദി, ഉറുദു ഒക്കെ. അപ്പം ഞാൻ ചെയ്തിരുന്ന പണി രാത്രിയും പകലും പലപ്പോഴും ഉപ്പയുടെ കാലിൻ്റെ മടിയിൽ വെച്ച് തടവി കൊടുക്കായിരുന്നു. ഞാനിങ്ങനെ തടവും, കാലിങ്ങനെ അമർത്തും. രാത്രിയൊക്കെ ഉപ്പയുടെ കാല് വേദനിക്കുമ്പോൾ എൻ്റെ മടിയിലേക്ക് വെച്ച് നീട്ടും. ഞാൻ വേറെ എൻ്റെ ഒരു ഗുരുനാഥൻ്റെ കാല് തടവാൻ ലക്നൗവിൽ പോയിട്ടുണ്ട്. ഷെയ്ഖ് അബുൽ ഹസൻ അലി നദ്വി, വിശ്വവിശ്രുത പണ്ഡിതൻ, മഹാപണ്ഡിതൻ, വിശ്വചിന്തകൻ. ഇന്ദിരാഗാന്ധി പോയാൽ അവർ മുമ്പിൽ ഇങ്ങനെ സാരി പുതച്ചിട്ടാണ് ഇരിക്കുക എന്ന് പറയാം, അതും തറയിൽ. എത്രയോ മഹാഗ്രന്ഥങ്ങൾ എഴുതിയ. അവർ പറയും മത് കീജിയെ എന്ന് പറയും, ചെയ്യരുതെന്ന് പറയും. ഞാൻ എൻ്റെ മടിയിലെടുത്തു വെക്കും. എനിക്ക് ഭാഗ്യമുണ്ടായി, ഞാൻ ഭാഗ്യവാനാണ്. എൻ്റെ സ്വന്തം നിലയിലല്ല, ഞാൻ കണ്ട മഹത്തുക്കൾ, എൻ്റെ മാതാപിതാക്കൾ, അവർ ചൊരിഞ്ഞ വെളിച്ചം,
അതാണ് കാലം. കാലത്തിൻ്റെ പ്രകാശം ഈ കാലത്തിലൂടെ പോയവരുടെ പ്രകാശമാണ്, ഇതിലൂടെ നടന്നു പോയവരുടെ പ്രകാശമാണ്. അവരുടെ പാദങ്ങളിൽ നിന്ന് വന്ന ധൂളികളാണ്. അത് നമുക്ക് വെളിച്ചം വീശട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, യുക്തി പോരാ മനുഷ്യനെ നയിക്കാനെന്ന് പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, തലച്ചോറ് മാത്രം പോരാ, അത് കണക്കൂട്ടാനാണ്. ഹൃദയം വേണമെന്ന് പിന്നെയും പിന്നെയും ഊന്നി പറഞ്ഞുകൊണ്ട്, 1,00,000 റോബോട്ടുകളെ കൊണ്ടെന്ന് നിങ്ങൾ അണിചേർന്ന് നിർത്തിയാലും ഹൃദയമുള്ള ഒരു സാധനം അതിനിടയിൽ ഉണ്ടാവുകയില്ല എന്ന സത്യം തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട്, ഈ പുതിയ പ്രതിസന്ധിയെ നേരിടാൻ യുവസമൂഹത്തെ സജ്ജമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മര്യാദ, മാനേഴ്സ്, മാനറിസം ഇതൊക്കെ ഉണ്ടോന്ന്? എന്നതൊക്കെ പറയുന്നതിന് പഴഞ്ചനല്ലേ മര്യാദ. എൻ്റെ ടീച്ചർ മരിച്ചു കഴിഞ്ഞ ദിവസം, സരോജിനി ടീച്ചർ, കോട്ടക്കൽ ആമപ്പാറ. ഞാൻ മരിച്ചപ്പോൾ മാത്രമല്ല അവിടെ പോണത്, ഞാൻ അവർ ജീവിച്ചിരിക്കുമ്പോഴും പലപ്പോഴും പോയിരുന്നു. അവരുടെ ചോറ്റുപാത്രം എൻ്റെ കയ്യിലായിരുന്നു പലപ്പോഴും. സ്കൂളിൽ പോകുമ്പോൾ ചോറ്റുപാത്രം, ടിഫിൻ എൻ്റെ കക്ഷത്ത്. ഈ ഗുരുശിഷ്യ ബന്ധം, ഈ മാതാപിതാക്കളുമായുള്ള ബന്ധം, ഈ അയൽപക്ക ബന്ധം, സമുദായങ്ങൾക്കിടയിലുള്ള ബന്ധം, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. വിളിച്ചു പറയുന്ന വൈരത്തിൻ്റെ വാക്ക്, വിദ്വേഷത്തിൻ്റെ വാക്ക്. സ്നേഹം പരക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, MSF-ൻ്റെ ഈ ഒത്തുകൂടൽ നമുക്ക് നമ്മുടെ കാലത്തേക്കും പോയ കാലത്തേക്കും വരാൻ പോകുന്ന കാലത്തേക്കും ഉറ്റുനോക്കാൻ നമ്മെ സജ്ജരാക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട്, നമ്മളൊക്കെ ഭാഗ്യം കെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട്, എങ്ങനെ ഭാഗ്യം കെട്ടവരായത്? എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ പഴയ ആളുകളും അവർ നേരത്തെ പോയൊരു കാലത്ത് ജീവിച്ചു. അവർ പുതിയത് കണ്ടില്ല, അവരിതൊന്നും കണ്ടില്ല. അവർ ഭാഗ്യവാന്മാരാണ്. പുതിയ കാലത്തെ കുട്ടികളും ഒരു കണക്കിൽ ഭാഗ്യവാന്മാരാണെന്ന് ഭാഗ്യമൊന്നുമില്ല, എന്നാലും പറയാം, നിങ്ങൾ പുതിയതേ കാണുന്നുള്ളൂ, നിങ്ങൾ പഴയത് കണ്ടില്ല. ഞങ്ങൾ പഴയതും പുതിയതും കാണുന്നവരാണ്. പഴയ കോട്ടക്കലങ്ങാടിയും പുതിയ കോട്ടക്കലങ്ങാടിയും കാണുന്ന കോട്ടക്കൽക്കാരനാണ് ഞാൻ. പഴയ നന്മകളും അത് നഷ്ടപ്പെടുന്ന പുതിയ കാലവും കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കാലത്തിൻ്റെ സന്ധികളെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയട്ടെ. കാലത്തിൻ്റെ സന്ധികളെ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കുക, ഒന്നിച്ച്. കാലം നമ്മെ കൂട്ടിച്ചേർക്കട്ടെ, കാലം നമ്മെ നന്മയിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, MSF-ൻ്റെ ഈ മഹത്തായ സംഗമത്തിന് എല്ലാ നന്മകളും നടന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ.